തുടർച്ചയായുള്ള പരാജയത്തിന് ശേഷമാണ് കമലഹാസൻ്റെ ഒരു ചിത്രം പുറത്തു വരുന്നത്. തഗ് ലൈഫ് എന്ന് പറഞ്ഞ ചിത്രം മണിരത്നമാണ് സംവിധാനം ചെയ്തത്. AR റഹ്മാനും മണിരത്നവും കമലഹാസനും എല്ലാം കൂടി ഒന്നിച്ചപ്പം വളരെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷക ലക്ഷങ്ങൾ ഇതിനെ നോക്കിക്കണ്ടത്. പക്ഷേ തികഞ്ഞ പരാജയമാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണുന്നത്. 2,30,00,000 രൂപയാണ് കേരളത്തിൽ നിന്ന് ഈ ചിത്രം 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത്. തിങ്കളാഴ്ച ഈ ചിത്രത്തിന് വെറും 14 ലക്ഷം രൂപ മാത്രമേ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് 4 ദിവസം കൊണ്ട് ഈ ചിത്രം 34 കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം നേടിയത് 85 കോടി രൂപയാണ്. ഓവർസീസ് കളക്ഷനായിട്ട് ഈ ചിത്രം കാണിക്കുന്നത് 39 കോടി 30 ലക്ഷവും ഇന്ത്യ ഗ്രോസായിട്ട് 45 കോടി 70 ലക്ഷം രൂപയുമാണ്. അങ്ങനെ കമലഹാസൻ്റെ കരിയറിലെ ഒരു പരാജയ ചിത്രമായിട്ട് തഗ് ലൈഫ് മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇന്നും ഈ ചിത്രത്തിന് പറയത്തക്ക കളക്ഷൻ പ്രതീക്ഷിക്കുന്നില്ല. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം ഇന്ന് പ്രതീക്ഷിക്കുന്ന തുക 5 കോടിക്ക് താഴെയുള്ള തുകയാണ്. അങ്ങനെ 90 കോടിയിലേക്ക് ഈ ചിത്രം എത്തുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. കന്നഡ ഭാഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഈ ചിത്രത്തെ യാതൊരു രീതിയിലും തുണച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് ദോഷം ചെയ്യുകയും ചെയ്തു എന്നാണ് ഇതിൻ്റെ കളക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. കർണാടകത്തിൽ ഈ ചിത്രം റിലീസ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. മറ്റൊരു ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപിൻ്റെ തിരിച്ചുവരവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ചിത്രം. ദിലീപിൻ്റെ കരിയറിലെ തന്നെ ഒരു മികച്ച ടേണിംഗ് പോയിൻ്റായിട്ടാണ് പ്രിൻസ് നോക്കിക്കാണുന്നത്. കാരണം കുറച്ചു നാളായി ദിലീപിൻ്റെ ചിത്രങ്ങളെല്ലാം തികഞ്ഞ പരാജയമാകുന്ന കാഴ്ചയിൽ നമ്മൾ കാണുന്നു. 31 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് ഈ ചിത്രം നേടിയത് 17 കോടി 2 ലക്ഷം രൂപയാണ്. തിങ്കളാഴ്ച ഈ ചിത്രം നേടിയിരിക്കുന്നത് 5 ലക്ഷം രൂപ മാത്രമാണ്. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 25 കോടി രൂപയ്ക്ക് മുകളിലുള്ള തുക തന്നെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കുറച്ച് നാളായിട്ട് ദിലീപിൻ്റെ മിക്കവാറും ചിത്രങ്ങളെല്ലാം പരാജയത്തിലേക്ക് പോകുന്ന കാഴ്ച പ്രിൻസിൻ്റെ വിജയം മറ്റൊരു ടേണിംഗ് പോയിൻ്റായി ദിലീപിന് മാറും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ദിലീപിൻ്റെ അടുത്ത ചിത്രം ബബ്ബബ്ബ ആണ്. അത് ലാലേട്ടനും ഒന്നിച്ച് അഭിനയിക്കുന്നതും പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ചിത്രം OTTയിൽ പ്രദർശനത്തിന് എത്തും എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെ മറ്റൊരു വിജയ ചിത്രവുമായിട്ട് ദിലീപ് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കഴിഞ്ഞ മാസം നമുക്ക് കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ 2 ചിത്രങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വിജയമാകുന്നതും നമ്മൾ കണ്ടു. അതും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.